എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. +2 മാത്സ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? ഇന്റഗ്രൽസിൽ നിന്നുള്ള വെയിറ്റേജ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഇന്റഗ്രലാണ് കേട്ടോ. അതുപോലെ തന്നെ വെക്ടർ ഓൾജിബ്ര, അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഫസ്റ്റ് ടൈമിലെ പോർഷൻസ്, അതായത് മെട്രിക്സും ഡിറ്റർമിനന്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലും കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം കേട്ടോ. അങ്ങനെ കൂടുതൽ പ്രാധാന്യമുള്ള ചാപ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx + y/x = x². അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാക്കാം ഇതെന്താണ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിയും ക്യൂവും ഉണ്ടായിരിക്കും, അതുപോലെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ കേസിൽ പി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? p = 1/x ആണ് പി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് x² ആണ് അല്ലെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ IF, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. IF =(pdx) ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് p എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏതാണ്? 1/x ആണ് അല്ലെ. 1/x ആണ്. 1/x dx നമുക്ക് എഴുതാം. അപ്പൊ എത്ര വരും? Therefore that is equal to integral 1/x dx എന്ന് പറയുമ്പോൾ എത്ര വരും? log x എന്ന് വരും അല്ലെ. log x എന്ന് വരും അല്ലെ. log എന്ന് വരും. then log x എന്ന് പറഞ്ഞാൽ എത്രയാണ്? x ആണ് കേട്ടോ. log x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ IF എത്ര കിട്ടി? x എന്ന് കിട്ടി. മനസ്സിലായല്ലോ. നമ്മുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ്? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലെ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx ആണ് അല്ലെ. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പൊ എങ്ങനെ എഴുതാം? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് ഇവിടെ കിട്ടി എത്രയാണ്? x ആണ്. അപ്പൊ y ഇൻറ്റു x ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ q എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? x² ആണ് അല്ലെ. q എന്ന് പറഞ്ഞിരിക്കുന്നത് x² ആണ്. ദെൻ x² ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് എത്ര കിട്ടി? x എന്നും കിട്ടിയില്ലേ. x ഇൻറ്റു dx നമുക്ക് എഴുതാം. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെങ്ങനെയാണ്? x³ dx എന്ന് വരുമല്ലേ. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ. x⁴/4 പ്ലസ് c എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പം ലെഫ്റ്റ് സൈഡിൽ എന്താണ് നടക്കുന്നത്? y ഇൻറ്റു എക്സ്, അതായത് xy ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? xy ഈസ് ഈക്വൽ ടു x⁴/4 പ്ലസ് c. ദിസ് ഈസ് എ ജനറൽ സൊല്യൂഷൻ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് വൈയുടെ ടേംസിൽ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം ഇല്ല. വൈയുടെ ടേംസിൽ എഴുതുവാണെങ്കിൽ y ഈസ് ഈക്വൽ ടു x⁴/4 ഇൻറ്റു ഇവിടെ എക്സും കൂടെ വരുമല്ലോ, x പ്ലസ് c/x എന്നൊക്കെ എഴുതാം ഇല്ലേ. അപ്പം ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു എക്സും പോകുമ്പോൾ x³ പ്ലസ് c x⁻⁻1 എന്നൊക്കെ എഴുതാം വൈയുടെ ടേംസിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ല. അല്ലെങ്കിൽ ഇവിടെ വരെയാണെങ്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. xy ഈസ് ഈക്വൽ ടു x⁴/4 പ്ലസ് c. ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കാം. എന്താണ്? a ഈസ് ഈക്വൽ ടു i - 7j + 7k ആൻഡ് b ഈസ് ഈക്വൽ ടു 3i - 2j + 2k എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് a ക്രോസ് b, അതുപോലെ മോഡുലസ് ഓഫ് a ക്രോസ് b കേട്ടോ. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. സിമ്പിൾ ആണ്. അപ്പം ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കുകളൊക്കെ കിട്ടും. ഈ മൈനസും പ്ലസ് ഒക്കെ ഇടുന്നതാണ് മിക്ക കുട്ടികൾക്കും തെറ്റിക്കാണുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പൊ ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള a ക്രോസ് b ആണ് അല്ലെ. a ക്രോസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ a ക്രോസ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിനന്റ് വെച്ചിട്ടാണല്ലേ. ijk അല്ലെ. ijk എഴുതി. ദെൻ ഇവിടെ എത്രയാണ്? 1 - 7 + 7, ദെൻ ഇവിടെ 3 - 2 മനസ്സിലായല്ലോ. അപ്പം ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം i ഇൻറ്റു ഇവിടെ എത്ര വരും? ഈ കോളവും ഈ റോയും പോകുമല്ലോ. അപ്പം -14 ഇവിടെ മൈനസ്, പിന്നെ മൈനസ് ഇവിടെ ഒരു 14 വരും. അപ്പൊ +14 വരും. ദെൻ എത്രയാണ്? പിന്നെ -j ഇൻറ്റു ഈ കോളവും ഈ റോയും പോവും. പിന്നെ എത്ര വരും? 2 - 21 വരും ഇല്ലേ. പ്ലസ് കെ ഇല്ലേ. പ്ലസ് കെ ഇൻറ്റു ആ ഒരു കോളോ റോയും കൂടെ പോയിട്ട് വരും. പിന്നെ എത്ര വരും? -2. പിന്നെ എത്രയാണ്? പ്ലസ് ഇവിടെ പ്ലസ് വരും. -7 × 3 എന്ന് വരുന്നത്. അപ്പം അവിടെ ഒരു പ്ലസ് വരും. 21 എന്ന് വരും. മനസ്സിലായല്ലോ. therefore i ഇൻറ്റു ഇവിടെ എത്രയാണ്? ഇത് 0 വരും ഇല്ലേ. ഇതിന്റെ വാല്യൂ 0 വരും. -14 +14 ഇല്ല, 0 വന്നു. -j ഇൻറ്റു ഇവിടെ എത്ര വരും? -19 വരും ഇല്ലേ. -19 വരും. ഇവിടെ k ഇൻറ്റു ഇവിടെ എത്രയാണ് വരുന്നത്? +19 വരും.
മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, എങ്ങനെ എഴുതാം? അപ്പൊ അത് 0 ആണ്, 0 പോയിട്ട് എത്ര വരും? ഈ മൈനസ് കൊണ്ട് വരുമ്പോൾ 19 പ്ലസ് ആവും. അപ്പൊ 19J പ്ലസ് 19K എന്ന് വരും അല്ലേ. 0 I അവിടെ ഉണ്ട്, അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. 19J പ്ലസ് 19K എന്ന് കിട്ടി. A ക്രോസ് ബി. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മോഡുലസ് ഓഫ് A ക്രോസ് ബി കാണും അല്ലെ. A ക്രോസ് ബിയുടെ വാല്യൂ കിട്ടി. ഇനി മോഡുലസ് ഓഫ് A ക്രോസ് ബി കാണാം. മോഡുലസ് ഓഫ് A ക്രോസ് ബി കാണാമല്ലോ. മോഡുലസ് വാല്യൂ കാണാം. റൂട്ട് ഓഫ് എത്ര വരും? ഐയുടെ ഇല്ല. അപ്പൊ നമുക്ക് 19 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 722 എന്ന് വരും കേട്ടോ. 722 വരും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റൂട്ട് എടുക്കാൻ പറ്റിയില്ല, അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 361 ഇൻറ്റു 2 നമുക്ക് എഴുതാം കേട്ടോ. 361 ഇൻറ്റു 2 നമുക്ക് എഴുതാം. റൂട്ട് ഓഫ് 361 റൂട്ട് ഉണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ 19 ആണ്. അപ്പൊ 19 റൂട്ട് 2 എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ. ഇതൊന്നും കൂടുതൽ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജനറലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ മൈനസും പ്ലസും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ചെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ എക്സ് കോസ് എക്സ്. എക്സ് കോസ് എക്സിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇന്റഗ്രേഷന്റെ പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. പ്രൊഡക്റ്റ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇന്റഗ്രൽ നമ്മൾ ജനറൽ ആയിട്ട് എഴുതുവാണ് ഇന്റഗ്രൽ യു വി അല്ലെ. ഇന്റഗ്രൽ യു വി ഡി എക്സ് എന്നാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇല്ല ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് അല്ലേ. ഇതല്ലേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇല്ലേ. അപ്പം ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. അപ്പം എന്താണ്? ഇന്റഗ്രൽ എക്സ് ഇല്ലേ. ഇന്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഫംഗ്ഷൻ യു എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ cos x dx. മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സൈൻ എക്സ് വരും. ഇങ്ങനെ സൈൻ എക്സ് ആണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആണ്. ഇൻറ്റു പിന്നെ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരും? സൈൻ എക്സ് എന്ന് വരും. സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ് പിന്നെ എന്താണ്? ഇതിനെ ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മൈനസ് കോസ് എക്സ് വരും അല്ലേ. മൈനസ് കോസ് എക്സ് പ്ലസ് സി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? എക്സ് സൈൻ എക്സ് അല്ലേ. എക്സ് സൈൻ എക്സ് പ്ലസ് അല്ലേ, പ്ലസ് ഇങ്ങനെയാണ് കോസ് എക്സ് പ്ലസ് സി. മനസ്സിലായല്ലോ. അപ്പം ഇത് ഉപയോഗിക്കുന്നത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇത് പാരാമെട്രിക് ഫോം അല്ലേ. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഡി വൈ ബൈ ഡി തീറ്റ. ഡി തീറ്റ തീറ്റ ആയതാണ് ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ആദ്യമേ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ കാണാനില്ല. ഡി വൈ ബൈ ഡി തീറ്റ കാണുക. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെ? ഡി ബൈ ഡി തീറ്റ ഓഫ് എങ്ങനെയാണ്? വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എ ഇൻറ്റു ഇല്ലേ. വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാണ് അല്ലേ. എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതിന് നമുക്ക് ചെയ്യാമല്ലോ. എ ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് എ നമുക്ക് വെളിയിലെടുക്കാം. പിന്നെ ഡി ബൈ ഡി തീറ്റ ഓഫ് മൈനസ് കോസ് തീറ്റ എന്ന് വരും. ഡി ബൈ ഡി തീറ്റ ഓഫ് മൈനസ് കോസ് തീറ്റ എന്ന് വരും. ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പം എ കോൺസ്റ്റന്റ് ആണ്, അത് വെളിയിലെടുത്തു. ഡി ബൈ ഡി തീറ്റ ഓഫ് മൈനസ് കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ അല്ലേ. മൈനസ് സൈൻ തീറ്റ വരും. ഇപ്പോൾ ഓൾറെഡി ഒരു മൈനസ് കൂടി ഉണ്ട്, അതുകൊണ്ട് എങ്ങനെ വരും? എ സൈൻ തീറ്റ എന്ന് തന്നെ വരും. മനസ്സിലായല്ലോ. അതായത് ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊന്ന് എ സൈൻ തീറ്റ എന്ന് തോന്നും. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി എക്സ് ബൈ ഡി തീറ്റ കാണുക. അതായത് ഡി ബൈ ഡി തീറ്റ ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് വരും. എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ. അവിടെ നമുക്ക് എ വെളിയിലെടുക്കാം. പിന്നെ അവിടെ മിച്ചം എന്താ ഉണ്ട്? ഡി തീറ്റ ബൈ ഇല്ല ഡി തീറ്റ ബൈ ഡി തീറ്റ വരും. പ്ലസ് ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ എന്ന് വരും. മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ 1 വരും. 1 പ്ലസ് ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? കോസ് തീറ്റ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പം ഡി എക്സ് ബൈ ഇല്ല ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വന്നു? എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് വന്നു. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വന്നു.
മനസ്സിലായല്ലോ. ഇനി നമുക്ക് dy ബൈ ഡി എക്സ് കാണാമല്ലോ. dy ബൈ ഡി എക്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. dy ബൈ ഡി എക്സിന്റെ ഇക്വേഷൻ ഏതാണ്? നമ്മൾ കണ്ടു. dy ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി തീറ്റ ആണ്. dy ബൈ ഡി തീറ്റ നമുക്ക് ഇവിടെ കിട്ടിയതാണ് എ സൈൻ തീറ്റ അല്ലെ. എ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. എയും ക്യാൻസൽ ആയി പോവും. പിന്നെ എന്തുകൊണ്ട് മിച്ചം? സൈൻ തീറ്റ അല്ലെ. സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. മനസ്സിലായല്ലോ. അപ്പൊ dy ബൈ ഡി എക്സ് നമുക്ക് ഇവിടെ കിട്ടിയ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A is equal to I minus 2j plus 3k and B is equal to 3i minus 2j plus k. Find A dot B. ആദ്യമേ ചോദിച്ചിരുന്നത് A dot B കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. A dot B. അപ്പൊ നമുക്ക് ആദ്യം A dot B കണ്ടുപിടിക്കാം. A dot B. A dot B എങ്ങനെയാണ്? നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം അല്ലേ. അപ്പം A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം I ആണ്. I minus 2j plus 3k അല്ലേ. ഡോട്ട് അല്ലേ. ദെൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 3i മൈനസ് 2j പ്ലസ് കെ ആണ്. മനസ്സിലായല്ലോ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പം ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആവും. ഐ ഡോട്ട് ജെ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് 0 ആയി പോകും. അപ്പം ഐയുടെയും ജെയുടെയും കെയുടെയും മാത്രം നമുക്ക് കണ്ടെച്ചാൽ മതി അല്ലേ. അപ്പം നോക്കുക, ആദ്യത്തെ ഐ ഡോട്ട് ഐ എന്ന് വരുമ്പോൾ ഇവിടെ 3 വരും അല്ലേ. ഐ ഡോട്ട് ഐ 1 ആണ്, അപ്പം 3 വരും. പിന്നെ ഐ ഡോട്ട് ജെ കാണേണ്ട കാര്യമില്ല, 0 ആയി പോകും. പിന്നെ നമുക്ക് ജെയുടെ കണ്ടെച്ചാൽ മതി. അപ്പം ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഉണ്ട്, അത് നമുക്ക് പ്ലസ് ആവും. ദെൻ 2 ഇൻറ്റു 2 എന്ന് വരുമ്പോൾ 4 വരും. ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 വരും ഇല്ലേ. ദെൻ പിന്നെ എന്താണ്? പ്ലസ് ആണ്. കേട് കാണുക അല്ലേ. മറ്റേ എല്ലാം 0 ആയി പോകുന്നുണ്ട്. കേട് കാണുമ്പോൾ 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പം 3 എന്ന് വരും. അപ്പൊ എത്ര വന്നു? 10 എന്ന് വന്നു. മനസ്സിലായല്ലോ. എ ഡോട്ട് ബി എത്ര കിട്ടി? ആൻസർ നമുക്ക് 10 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആംഗിൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഏതാണ് ഇക്വേഷൻ? എ ഡോട്ട് ബി ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ ഏതാണ് ഇക്വേഷൻ? മോഡുലസ് ഓഫ് എ അല്ലെ. മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി ഇൻറ്റു എന്താണ്? കോസ് തീറ്റ. അതാണ് എ ഡോട്ട് ബിയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അതിൽ ആംഗിൾ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ നമുക്ക് എഴുതാം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, കോസ് തീറ്റ അവിടെ നിർത്തി വെച്ച് എങ്ങനെയാണ്? എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി അല്ലേ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എ കാണാമല്ലോ. മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? I മൈനസ് 2j പ്ലസ് 3k അല്ലേ. അപ്പൊ മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1 സ്ക്വയർ അല്ലേ, പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ, വരുമല്ലോ. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 പ്ലസ് എത്രയായിട്ട് 9 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു √14 എന്ന് വന്നു മോഡുലസ് ഓഫ് എ. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ബി. മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3i മൈനസ് 2j പ്ലസ് കെ എന്നല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 4 പ്ലസ് 1 അല്ലേ. അതും എത്രയൊന്നും ആൻസർ? ദാറ്റ് ഈസ് 14 എന്ന് വന്നു. √14 എന്ന് വന്നു. അപ്പൊ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? 10 എന്നും കിട്ടി ഇല്ല. അപ്പം 10 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ എന്ന് വെച്ചാൽ എത്രയാണ്? √14 കിട്ടി. മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് √14 ആണ് ഇല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ ഇത് എത്ര വരും? 14 വരും. 10 ഡിവൈഡ് ബൈ 14 എന്ന് പറയുമ്പോൾ 2 ചെയ്യാമല്ലോ. അപ്പോൾ 5 വരും. 5/7 വരും. അതായത് എന്താണ്? കോസ് തീറ്റ ആണ് നമുക്ക് കിട്ടിയത്. കോസ് തീറ്റ 5/7 എന്ന് വന്നു അല്ലെ. നമുക്ക് ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ തീറ്റ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 5/7. മനസ്സിലായല്ലോ. അപ്പൊ ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന്. അപ്പൊ ആംഗിൾ എന്ന് പറയുമ്പോൾ തീറ്റ ആണ്. ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 5/7. ഇനി അതിന്റെ മൂന്നാമത്തെ പാർട്ട് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുന്നത് പ്രൊജക്ഷൻ ഓഫ് അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ ഇതെല്ലാം വെക്ടർ ആണ് കേട്ടോ. അത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെയൊക്കെ വെക്ടർ ഇട്ടിരിക്കണം കേട്ടോ. വെക്ടറിന്റെ സിമ്പിൾ ഇട്ടിരിക്കണം. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ്. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ബി ആണ് കേട്ടോ. പ്രൊജക്ഷൻ ഓൺ എ ഓൺ ബി. എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡുലസ് ബി ആണ്. അപ്പൊ അതിന്റെ വാല്യൂ നമുക്കറിയാം. എ ഡോട്ട് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്?
10 ആണ്. മോഡുലസ് ബി എന്ന് പറഞ്ഞാൽ √14 ആണ്. അപ്പൊ ഇതാണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ഇനി നമുക്ക് നേരെ തിരിച്ചു വരാം. അങ്ങോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഒന്ന് ഓർത്തോളൂ കേട്ടോ. പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് വരുവാന്ന് ചോദിച്ചു. പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ ആണ്. അത് പ്രത്യേകം ഒന്ന് ഓർത്തണം കേട്ടോ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് വന്നു. അപ്പൊ ഓൺ ബി എന്ന് വരുമ്പോൾ അതാണ് ഡിനോമിനേറ്റർ വേണ്ട മോഡുലസ് ബി ആണ് വരേണ്ടത്. ഇനി ഓൺ എ എന്ന് വന്നപ്പോൾ അതാണ് ഡിനോമിനേറ്ററിൽ മോഡുലസ് എ ആണ് വരുന്നത്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഈ പ്രൊജക്ഷന്റെ കേസ് വരുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ തെറ്റിക്കാറുണ്ട്. ഒന്ന് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി വരുവാണെന്നുണ്ടെങ്കിൽ ബി ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ദെൻ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്നത് എ ആണ്. അതായത് രണ്ടാമത് എടുക്കുന്നതാണ് ഡിനോമിനേറ്ററിൽ വരുന്നതെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് dy by dx if a is equal to 2x plus 3y is equal to sin x, അതുപോലെ y is equal to e raised to sin inverse x. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ഇതൊക്കെ സിമ്പിൾ ആണ്. ചെയ്യുന്നതിന്റെ കാണുന്ന വെച്ചാൽ ഇതുപോലെയുള്ള ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ എങ്ങനെയാണ് 2x plus 3y is equal to sin x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ dy by dx കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം 2 ഇൻറ്റു ഇവിടെ വരുമ്പം dx ബൈ dx വരും. അത് 1 എന്ന് വരും. അത് അപ്പൊ 2 തന്നെ വരും. 2 പ്ലസ് 3 ഇൻറ്റു പിന്നെ ഇവിടെ y ആണ് കിടക്കുന്നുണ്ട് dy ബൈ dx എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് വരുമ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് എക്സ് എന്ന് വരും. നമുക്ക് dy ബൈ dx അല്ലേ വേണ്ടത്. അതാ നോക്കുക 3 dy ബൈ dx ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഈ 2വിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, -2 വരും ഇല്ലേ. dy ബൈ dx ആണ് നമുക്ക് വേണ്ടത്. dy ബൈ dx ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് കോസ് എക്സ് -2 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. നമ്മൾ ഡെറിവേറ്റീവ് കാണുന്ന എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കേട്ടോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇനി രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാം dy ബൈ dx ഇല്ലേ. dy ബൈ dx ചെയ്യുക. ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു അത് തന്നെ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. പിന്നെ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സും കൂടെ കാണും. അപ്പൊ ഇൻറ്റു എങ്ങനെയാണ് 1 ബൈ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് √1 മൈനസ് എക്സ് സ്ക്വയർ. 1 ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു sin inverse x divided by √1 minus x square dy by dx. സാധാരണ ജനറൽ രീതിയിലുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രേഷന്റെ പാർട്ടിലുള്ള ഡെഫിനറ്റ് ഇന്റഗ്രലാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഏതേലും ഒരെണ്ണം കാണും കേട്ടോ. ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടെയാണ് ഇന്റഗ്രൽ 0 to π/2 cos raised to 5x dx divided by sin raised to 5x plus cos raised to 5x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു ഇതെന്നും പറഞ്ഞ് എഴുതുക. ഐ ഈസ് ഈക്വൽ ടു 0 to π/2 ഇല്ല. അതിൻ്റെ എഴുതുക 0 to π/2 എങ്ങനെയാണ്? കോസ് റേസ് ടു 5x dx ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 5x പ്ലസ് കോസ് റേസ് ടു 5x എന്ന് പറഞ്ഞെഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുക. ഏത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്? ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതായത് 0 to a f of x dx is equal to 0 to a എന്താണ് f of a minus x into dx. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പം അതിനെ നമുക്ക് അങ്ങനെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് അടുത്ത ഐ എന്ന് എടുക്കാം. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുത്തു. നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 0 to π/2 കോസ് റേസ് ടു 5 ഇൻറ്റു എങ്ങനെയായിരിക്കും? എക്സിന് വരും a മൈനസ് എക്സും വരും. അതായത് π/2 മൈനസ് ഇല്ലേ. 0 to a എന്ന് പറയുമ്പോൾ 0 to π/2 അല്ല. അപ്പൊ π/2 മൈനസ് എക്സ് dx then divided by ഇവിടെ ഇതുപോലെ തന്നെ അല്ലെ സൈൻ റേസ് ടു 5 ഇൻറ്റു π/2 മൈനസ് എക്സ് പ്ലസ് കോസ് റേസ് ടു 5 ഇൻറ്റു π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to π/2
കോസ് റേസ് ടു 5 പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് സൈൻ ആണ് കേട്ടോ. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സൈൻ എക്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് സൈൻ റേസ് ടു 5x, അതായത് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർത്തിരിക്കും കേട്ടോ. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സൈൻ എക്സ് ആണ്. അതുപോലെ തന്നെ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സും ആണ് കേട്ടോ. അപ്പൊ ആ ഒരു അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്നില്ല, അത് എന്ത് വരും? കോസ് വരും. അപ്പൊ കോസ് റേസ് ടു 5x പ്ലസ് ഇവിടെ എന്ത് വരും? സൈൻ വരും. സൈൻ റേസ് ടു 5 ഇൻറ്റു സൈൻ റേസ് ടു 5 പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് തോന്നുന്നു. ഇതെന്താണ്? ഐ ആണ്. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ എന്ത് ചെയ്യും? 1ഉം 2ഉം കൂടെ അങ്ങ് ആഡ് ചെയ്യുവാണ്. 1 + 2 കേട്ടോ. 1 + 2 ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ 1 + 2 ഞാൻ ചെയ്യുവാണ്. 1 + 2 ഇംപ്ലൈസ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2i വരും ഇല്ലേ? ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്. അപ്പോൾ 2i വരും. റൈറ്റ് സൈഡിൽ എന്ത് വരും? 0 to പൈ ബൈ 2 കോസ് റേസ് ടു 5x dx ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുക സൈൻ റേസ് ടു 5x പ്ലസ് കോസ് റേസ് ടു 5x. അത് ഒന്ന് പിന്നെ ഇതും കൂടെ വരും. അപ്പോൾ പ്ലസ് ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ റേസ് ടു 5x ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 5x പ്ലസ് കോസ് റേസ് ടു 5x എന്ന് വരും ഇൻറ്റു ടി എക്സ് എന്ന് വരും. ദെൻ ഇതങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എന്താണ്? 2i ആണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. രണ്ടും ആഡ് ചെയ്യുക. അപ്പം രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇനി ലിമിറ്റ് ഒരുപോലെയല്ല, അപ്പം പൈ ബൈ 2 എന്ന് എഴുതാം. ഫോർ കോസ് റേസ് ടു 5x പ്ലസ് രണ്ടിലെ ലിമിറ്റ് ഒരുപോലെയാണ്, അപ്പം നമുക്ക് ആഡ് ചെയ്യാമല്ലോ. അപ്പം സൈൻ റേസ് ടു 5x എന്ന് എഴുതാം ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഒരുപോലെയല്ലേ? ഡിനോമിനേറ്റർ ഒരുപോലെ ആകുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാമല്ലോ. ആ രീതിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ റേസ് ടു 5x പ്ലസ് കോസ് റേസ് ടു 5x. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 2i ആണ്. 2i ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 എന്ത് വരും? 1 dx എന്ന് വന്നു ഇല്ലേ? 1 dx ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എക്സ് എന്ന് വരും ഇല്ലേ? എക്സ് എന്ന് വരുന്നു. അപ്പോൾ എങ്ങനെയാണ്? ലിമിറ്റും കൂടെ വരുമ്പം എക്സ് 0 to പൈ ബൈ 2 ഇല്ലേ? 0 to പൈ ബൈ 2 എന്ന് വന്നു. ദെൻ 2i ആണ്. 2i ഈസ് ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ബൈ 2 വരും ഇല്ലേ? പൈ ബൈ 2 വരും. പൈ ബൈ 2 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും അല്ലേ? മനസ്സിലല്ലോ? അപ്പോൾ നമുക്ക് ഐ അല്ലേ കണ്ടുപിടിക്കുക. അതായത് 2i ഈസ് ഈക്വൽ ടു എന്താണ്? പൈ ബൈ 2 എന്ന് വന്നു. ദെൻ ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? പൈ ബൈ 2. ഈ 2 കൂടെ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ എന്ത് വരും? പൈ ബൈ 4 എന്ന് വരും. ഐ ഈസ് ഈക്വൽ ടു പൈ ബൈ 4. ഇത് നിങ്ങൾ വലിയ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം 0 to പൈ ബൈ 2 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തിയറമാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റനിലുള്ളതിനെ നമ്മൾ ഐ എന്ന് കൊടുക്കുക. നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതിന് രണ്ടാമതൊരു ഐ എന്ന് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്യുക. പിന്നെ ലിമിറ്റ് കൊടുത്ത് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആൻസർ എത്ര വന്നു? പൈ ബൈ 4 എന്ന് വന്നു. ആൻസർ പൈ ബൈ 4 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മെട്രിക്സിലെ ചാപ്റ്ററിലെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് അത് മിക്കപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇൻ്റഗ്രേഷന് കൊടുക്കുക. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. വെക്റ്റർ ഓൾജിബ്ര കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രൊജക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അത് ശ്രദ്ധിച്ചങ്ങോട്ട് എ ഓൺ ബി ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ വേണ്ട ബി ആണ്. അതൊന്ന് ഓർത്തിച്ചാൽ മതി. ബി ഓൺ എ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ മോഡുലസ് എ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്